രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 6-ാം സർഗം. രാവണൻ്റെ മന്ത്രാലോചന. രാക്ഷസരാജാവായ രാവണൻ ഹനുമാൻ തനിയെ ലങ്കയിൽ വരുത്തിക്കൂട്ടിയ നാശനഷ്ടങ്ങളെ ഓർത്ത് ലജ്ജയാൽ തനകുനിച്ച് എല്ലാ രാക്ഷസന്മാരോടുമായി പറഞ്ഞു. വെറും വാനരനായ അവൻ ദുഷ്പ്രവേശ്യമായ ലങ്കാപുരിയിൽ പ്രവേശിച്ച് പട്ടണം തകർത്തു, സീതയെ കണ്ടു, ചൈത്യപ്രാസാദം ഉടച്ചു, വീരരാക്ഷസന്മാരെ കൊന്നു, ലങ്കാപുരി ചുട്ടെരിച്ചു. എന്തായാലും നിങ്ങൾക്ക് ആപത്തൊന്നും വരികയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്താൽ നമുക്ക് നന്മ കൈവരും? വിജയത്തിൻ്റെ മൂലം മന്ത്രമാണ്, ആലോചനയാണ് എന്ന് ആര്യന്മാർ പറയുന്നു. അതുകൊണ്ടാണ് രാമൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചന വേണമെന്ന് ഞാൻ കരുതുന്നത്. ലോകത്തിൽ ആളുകൾ ഉത്തമന്മാർ, മധ്യമന്മാർ, അധമന്മാർ എന്നിങ്ങനെ 3 പ്രകാരത്തിലാണ്. അവരുടെ ഗുണദോഷങ്ങൾ ഞാൻ പറയാം. മന്ത്രനിർണയത്തിൽ, അതായത് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിൽ സമർത്ഥരായ മന്ത്രിമാരോടോ സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുന്ന മിത്രങ്ങളോടോ ബന്ധുക്കളോടോ കൂടി ആലോചിച്ച് കർമ്മങ്ങൾ ആരംഭിക്കുകയും ദൈവകാര്യത്തിൽ പ്രയത്നിക്കുകയും ചെയ്യുന്നവനെ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നു. ഒറ്റക്ക് കാര്യം ചിന്തിക്കുകയും തനിച്ച് തന്നെ ധർമ്മം നിശ്ചയിക്കുകയും ചെയ്ത് ഒറ്റക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവനെ മധ്യമൻ എന്ന് പറയുന്നു. ഗുണദോഷങ്ങൾ ചിന്തിക്കാതെ ദൈവാധീനത്തെ വെടിഞ്ഞ് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് കാര്യത്തെ ഉപേക്ഷയോടെ കരുതുന്നവൻ നരാധമനാകുന്നു. മനുഷ്യരെ ഉത്തമ, മധ്യമ, അധമന്മാർ എന്ന് അറിയും പോലെ മന്ത്രവും ഉത്തമ, മധ്യമ, അധമങ്ങളാണ് എന്ന് അറിയുക. ഐകമത്യത്തോടെ ശാസ്ത്രദൃഷ്ടമായ കണ്ണോടെ മന്ത്രിമാർ ഏതൊന്നിലേർപ്പെടുന്നുവോ അതിനെ ഉത്തമ മന്ത്രം എന്ന് പറയുന്നു. ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും മന്ത്രിമാരുടെ അർത്ഥനിർണയം ഒടുവിൽ ഒന്നായിത്തീരുന്നത് മധ്യമ മന്ത്രം. താന്താങ്ങളുടെ അഭിപ്രായമനുസരിച്ച് വാദിക്കുകയും ഒന്നിച്ചാലും മെച്ചമില്ലാത്തതുമായ മന്ത്രം അധമം എന്ന് പറയപ്പെടുന്നു. ആകയാൽ ബുദ്ധിസത്തമനായ ഭവാന്മാർ യഥാവിധി ആലോചിച്ച് ഇപ്പോൾ കാര്യം തീർച്ചപ്പെടുത്തുവിൻ. ഇതാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മെ വളയാൻ വരുന്ന രാമൻ ധീരന്മാരായ അനേകായിരം വാനരന്മാരോടൊത്ത് ലങ്കാപുരിക്ക് വരും. അനുജനോടും പടയോടും കൂടി തക്ക രൂപത്തിൽ രാമൻ വേഗം എളുപ്പത്തിൽ കടൽ താണ്ടും എന്നത് വ്യക്തമാണ്. കടൽ വറ്റിച്ചേക്കാം, വീര്യം കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്തേക്കാം. വാനരന്മാരോട് ശത്രുത ഏർപ്പെട്ടു. കാര്യം ഇങ്ങനെ കിടക്കെ എൻ്റെ പുരത്തിനും പടക്കും ഹിതകരമായത് ആലോചിച്ച് തീരുമാനിക്കുക. 6-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.